ഇവനുണ്ടല്ലോ, ഇവൻ സ്ഥിരമായിട്ട് കള്ളസാക്ഷി പറയുന്ന ഒരുത്തനായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന് പുള്ളി പ്രതീക്ഷിച്ചില്ല. എന്റെ ഈ ചോദ്യം കേട്ടതും അവൻ നെർവസായി. സത്യം പറഞ്ഞ അവൻ മുണ്ടിനകത്തുള്ള മൂത്രം ഒഴിച്ചു. ഇത് പറഞ്ഞപ്പോഴാ എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം. എന്താടേ, ബോറടിച്ചോ? ടി വിയിൽ നല്ലൊരു പ്രോഗ്രാം. എന്റെ പൊന്നാശാനെ, അത് ഓൺ ചെയ്യല്ലേ. മനുഷ്യനെ ഇത്രയും ബോറടിപ്പിക്കുന്ന ഒരു സാധനം. ഇഡിയറ്റ് ബോക്സ് എന്ന് അതിന് പേരിട്ടവനെ സമ്മതിക്കണം. അല്ല സാർ, ഇന്ന് കുമാരി രാധികയുടെ നല്ലൊരു ലളിതഗാനമുണ്ട്. ഓ, അത് ശരി, പാട്ടും കൂടാണോ? ഒരൊറ്റ ഒരെണ്ണത്തിന് പാടാനും അറിയില്ല, ഒറ്റ ഒരെണ്ണത്തിന്റെ സ്വരസാനവും ശരിയല്ല. അല്ല, നല്ല ശരീരമുള്ള ഒരു... നല്ല ശരീരം ഉള്ളത്, അല്ലാതെ ശരീരമല്ല, നല്ല ശരീരം. ഇതുവഴി കാളിന്റെ തടത്തിൽ അരിയൊരു പ്രേമഹർഷമായി കുഴൽവിളി അനനെയും നദി തന്റെ ഹൃദയം പുളകം ഞൊറിയുകയായി സുരഭിലമാകും സുന്ദര സന്ധ്യ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ? പനസനി സക സക മഗമ പനി പനസനി സക ശ്യാമമേഘമേനി. ഇത് ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണ്. അല്ല, സാറിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇഷ്ടമല്ല. ഇതാര് പാടിയത്? രാധിക. ആര്? രാധിക. പോരാ, അവളുടെ ശ്യാമമേഘം പോരാ. ഞാൻ വേണ്ട ഇവിടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ ഡ്രോപ്പ് ചെയ്യണം? വേണ്ട. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓ, ശ്യാമമേഘമേ നീ പ്രേമദൂതുമായി വരുമോ? ഹലോ, ആ ദൂരദർശൻ കേന്ദ്രൻ അല്ലേ? അല്ലേ, നീ നേരത്തെ പറഞ്ഞോളാ. ഓടാന്നോ? അത് ശരി, റോങ് നമ്പർ വിളിച്ച. ശ്യാമമേഘമേ നീ യതുകുല സ്നേഹ തൂതുമായി വാ. ഹലോ, ദൂരദർശൻ കേന്ദ്രല്ലേ? അതെ, എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഇന്ന് വൈകിട്ട് 8 മണിക്ക് ടി വിയിൽ ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടിയില്ലേ? ശ്യാമമേഘമേ വാ യതുകുല. അതെ, രാധിക. ആ കുട്ടിയുടെ അഡ്രസ് ഒന്ന് വേണം. സോറി. അതെന്ത് സോറി ആശാനെ? അതെ, എനിക്ക് ഹലോ, എനിക്ക് അഭിനന്ദനം അറിയിക്കാന്. അത് പ്രതികരണത്തിൽ ചോദിച്ചാൽ മതി. എനിക്ക് പ്രതികരണത്തിൽ കൂടെ അറിയിച്ചാൽ പോരാ, നേരിട്ട് അറിയിക്കണം. ഞാൻ ആരാന്നോ? എടോ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അതിന്റെ മൗലികാവകാശ എനിക്ക് നേരിട്ട് അറിയിക്കണം. അതിന്റെ അഡ്രസ് കല്യാണം കഴിക്കാനാണോ? കല്യാണം കഴിക്കാൻ തന്നെ. തനിക്ക് എങ്ങനെ മനസ്സിലായി? കല്യാണം കഴിക്കാൻ തന്നെടാ. താൻ കൂടുതൽ വായൊന്നും അടിക്കണ്ട. താൻ ആ പരിപാടി ഇടയ്ക്ക് കട്ടായപ്പോയതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ ആരാന്നോ? ഞാൻ നിന്റെ തൊണ്ട. വളരെ മോശമായിപ്പോയി. അയാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ, പക്ഷെ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ, അയാൾ മോശമായിപ്പോയി. നീ ഇപ്പൊ വിളിച്ച് സോറി പറഞ്ഞേക്കാം. അയാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ. ഹലോ, ദൂരദർശൻ കേന്ദ്രല്ലേ? ഇപ്പോഴേ ഒരാള് വിളിച്ച് തന്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ, അത് ആരാണെന്ന് തനിക്ക് അറിയോ? ഞാനോ? ഞാൻ തന്നെയാ തന്തയ്ക്ക് വിളിച്ച ആള്. ഞാനോ? ഞാൻ നിന്റെ തന്തയാടാ, തന്ത. അയ്യോ, ഒരാളുടെ തന്തയ്ക്ക് പറഞ്ഞു. എന്തൊരാശ്വാസം. അതാണമ്മ അതിന്റെ കാര്യം. നമ്മൾ എത്ര വിചാരിച്ചാലും നന്നാവില്ല. പഠിച്ചല്ലേ പാടുള്ളൂ. ചായ.
ഡോക്ടർ KS മേനോന്റെ മോളാ. ആര്? ഇന്നലെ രാത്രി ദൂരദർശൻകാർക്ക് ഫോൺ ചെയ്ത് ചോദിച്ചില്ലേ ആ കുട്ടിയുടെ അഡ്രസ്? ഗിരിനഗറിലാ താമസം. ഇതുപോലൊരു അമ്മ എവിടുന്ന് കിട്ടു? മോൻ മനസ്സിൽ കാണുന്നൊക്കെ ആക്സിഡന്റ് എടുക്കുമ്പോഴല്ലേ എടുക്കുന്നത്? അമ്മയടുത്തെല്ലാം പറഞ്ഞു കൊടുത്തല്ലേ? ഞാനെന്ത് മിണ്ടിപ്പോ. ഞാനൊന്നും ഇവിടെ വാ. അമ്മയടുത്ത് പറഞ്ഞു കൊടുത്തല്ലേ? ഈശോനോട് അയ്യപ്പനോട് സത്യം ഞാനൊന്നും പറഞ്ഞു. പിന്നെ അവിടെ സംസാരിച്ചോണ്ടിരുന്നോ? അയ്യോ, അത് ഞങ്ങൾ വേറെ നാട്ടുകാരിയൊക്കെ പറഞ്ഞതാ. ഇതാണ് പറഞ്ഞത് രാത്രിയായാലും ഇത്ര ബോധമൊക്കെ വേണമെന്ന്. അയ്യേ, ആ ഫോൺ എടുത്ത ആളുടെ തന്തയ്ക്ക് വിളിച്ചതൊക്കെ അമ്മ കേട്ടിരിക്കുമല്ലേ? പിന്നെ ആകെ നാണക്കേടായി. ഛെ. ഏതായാലും ആ ദൂരദർശൻകാർ കാരണം ഇങ്ങനെ ചില നല്ല കാര്യങ്ങൾ നടക്കട്ടെ. അല്ല, ഇനി എപ്പോഴാ കല്യാണം? ആരുടെ? എന്റെ മോനെ കാള വാല് വെക്കുന്ന കണ്ടാൽ അറിയില്ലേ? രാഘവേട്ടാ, കല്യാണം വരെ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. കാറിലോ? ഛെ. കല്യാണത്തിന് എനിക്ക് ചില നിർബന്ധങ്ങളുണ്ട്. അതൊരു പ്രേമ വിവാഹമായിരിക്കണം. ഒരു കുട്ടിയെ കാണുക, അതുമായി ഇഷ്ടത്തിലാകുക, അമ്മയില്ല പരസ്പരം അറിയുക, ആ പിന്നെ നുറുങ്ങ് പരിഭവങ്ങൾ, ആ. പിണക്കങ്ങൾ, ഇണക്കങ്ങൾ, ഇതിന്റെയൊക്കെ ഒരു ത്രിൽ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. മതിയെന്നേ. പക്ഷെ അതിനു മുമ്പ് ആദ്യം ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോന്ന് അറിയണമല്ലോ. അതിനൊക്കെ വഴിയുണ്ടെന്നേ. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ടെന്ന്. ഞാനില്ല ഇവിടെ. ഒറ്റ അടി വെച്ചു.